പ്രതികളെ കോടതിയിലേക്ക് കയറ്റിയോ? അജിംസ, അല്പനേരം മുമ്പാണ് എല്ലാ പ്രതികളെയും 6 പ്രതികളെയും കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി 6 പ്രതികളെയും കോടതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഏതാണ്ട് 2.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള യാത്രയായിരുന്നു തൃശ്ശൂരിലെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പ്രതികളുമായി പോലീസ് വാഹനം നടത്തിയത്. പോലീസ് വാഹനം ഏതാണ്ട് കറക്റ്റ് 10:55ഓടെ കോടതി വളപ്പിലേക്ക് എത്തി എന്നുള്ളതാണ്. 6 പ്രതികളും വാഹനത്തിലുണ്ടായിരുന്നു. 6 പേരെയും കോടതിക്കുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. 11 മണിയോടുകൂടി കേസിൽ കോടതി ചേരും, കേസ് പരിഗണിക്കും. പിന്നീട് വാദപ്രതിവാദങ്ങളായിരിക്കും. ഏത് ശിക്ഷ വിധിക്കണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള വാദമായിരിക്കും കോടതിയിൽ ഇന്ന് നടക്കുക. കൂട്ടബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളതിനാൽ ഏതാണ്ട് 20 വർഷത്തോളം കഠിന തടവടക്കം പ്രതികൾക്ക് ലഭിക്കുമെന്ന കണക്കൂട്ടലുകളാണ് നിലവിൽ നിയമവൃത്തങ്ങൾക്കുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശിക്ഷാവിധി വന്നാൽ മാത്രമേ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന രീതിയിൽ പ്രോസിക്യൂഷൻ ഈ വിഷയത്തിൽ ഒരു ഹർജിക്ക് പോകാനും മറ്റും കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ശിക്ഷാവിധിയുടെ പകർപ്പ് ഈ വിധി പ്രസ്താവം നടക്കുന്നതോടുകൂടി പുറത്തുവരും. അതിലും ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ പല വിവരങ്ങളും ഉണ്ടാകുമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഏതായാലും കേസിൽ കുറ്റക്കാരാണ് എന്ന് വിധിച്ചിട്ടുള്ള 6 പ്രതികൾ NS സുനിൽ എന്ന പൾസർ സുനിൽ, മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജേഷ്, H സലീം, പ്രദീപ് എന്നിവരടക്കമുള്ള 6 പ്രതികളെ എറണാകുളം ജില്ലാ കോടതി സമുച്ചയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം കോടതി ചേരുകയാണ്. കോടതി വാദപ്രതിവാദങ്ങൾ ആരംഭിക്കും എന്നുള്ളതാണ്. ഏറ്റവും പരമാവധി ശിക്ഷ മേടിച്ചു നൽകാനുള്ള ശ്രമമായിരിക്കും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായും ഉണ്ടാവുക. എന്നാൽ ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന അഭിപ്രായം പൾസർ സുനി അടക്കമുള്ള പ്രതികളുടെ കോടതിക്ക് മുൻപിൽ ഉന്നയിക്കുമെന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഉച്ചവരെയെങ്കിലും ഈ വാദപ്രതിവാദങ്ങൾ നീണ്ടുപോവുകയും ഉച്ചയ്ക്ക് ശേഷം വിധി പുറപ്പെടുവിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ നമുക്ക് കോടതിയുടെ പരിസരങ്ങളിൽ നിന്നും കോടതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഒരുപക്ഷെ ഇന്ന് വിധി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പ്രമാദമായ കേസിലെ വിധിക്ക് വേണ്ടി നമ്മൾ വീണ്ടും കാത്തിരിക്കേണ്ട സാഹചര്യവും. കൂടാതെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലെ 8ാം പ്രതിയുമായി ബന്ധപ്പെട്ടായിരുന്നു. 8ാം പ്രതി മലയാള സിനിമയിലെ പ്രമുഖനായ സിനിമാ നടനായിട്ടുള്ള ദിലീപ് എന്നുള്ള ആൾ ഉൾപ്പെട്ടതാണല്ലോ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായി ഇത്രയധികം വിവാദങ്ങളും മറ്റും ഉണ്ടാകാൻ കാരണമായതും. അദ്ദേഹം എന്തുകൊണ്ട് ഈ കേസിൽ കുറ്റവിമുക്തനായി എന്നുള്ള വിധിയുടെ വിശദാംശങ്ങൾ കൂടി ഇന്ന് പുറത്തുവരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് ഇനിയുള്ള മണിക്കൂറുകൾ എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷാവിധി കൂടി പൂർത്തിയാകുന്നതോടുകൂടി ഈ കേസിലെ ആദ്യഘട്ട വിചാരണ പൂർത്തിയാകുന്നു എന്ന് തന്നെ പറയാം. വിചാരണ കോടതി നടപടിക്രമങ്ങൾ പൂർണ്ണമായും പൂർത്തിയാകും. പിന്നീട് അപ്പീൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളായിരിക്കും. അതിന് ഈ കേസിലെ ശിക്ഷാവിധി കൂടി പുറത്തു വരേണ്ടതുള്ളത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഏതായാലും ശിക്ഷാവിധി പുറത്തു വരുന്നതോടുകൂടി പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ തന്നെ സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഈ അതിജീവിതയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള കുറ്റവാളികളെ കൂടി ശിക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള അപ്പീലിനു കൂടി ശ്രമിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ അപ്പീലിന് പോകുന്നതോടുകൂടി കേസിലെ ഒരു 2ാം ഘട്ട കോടതി നടപടികളിലേക്ക് കാര്യങ്ങൾ പോകും. അതിന്റെ തുടക്കമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. കേസിൽ 2ാം ഘട്ട കോടതി നടപടികളിലേക്ക് കടക്കുന്ന അതിന്റെ തുടക്കം എന്ന് തന്നെ ഇന്നേ ദിവസത്തെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് എന്ത് ശിക്ഷ നൽകണം പ്രതികൾക്ക് എന്നുള്ള വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ നടക്കും. പരമാവധി ശിക്ഷ വിധിക്കണമെന്ന ആവശ്യം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എന്ത് ശിക്ഷാവിധിയാണെങ്കിൽ കൂടിയും അത് ഈ കഴിഞ്ഞ 8 വർഷത്തോളം ഈ പറയുന്ന 6 പ്രതികൾ എല്ലാവരും തന്നെയും ഏതാണ്ട് 8 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ച ആളുകളാണ്. അവരുടെ ആ 8 വർഷത്തെ ജയിൽവാസം അടക്കം കൂടി കണക്കുകൂട്ടിയിട്ടായിരിക്കും ശിക്ഷാവിധി എന്നുള്ളതാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ആ നിലയിൽ ഒരു ശിക്ഷാവിധി ഇന്ന് ഉണ്ടാകും. ശിക്ഷാവിധിക്ക് ശേഷമായിരിക്കും മറ്റു വിശദാംശങ്ങൾ. കോടതി നടപടികൾ തുടങ്ങിയോ? പ്രതികളെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. കോടതി മുറിക്കകത്തേക്ക് പ്രതികളെ എത്തിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശിക്ഷാവിധിന്മേലുള്ള വാദം അല്പസമയത്തിനകം തുടങ്ങും. ജഡ്ജി കോടതിയിലേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനകം ശിക്ഷാവിധിന്മേലുള്ള വാദം തുടങ്ങുമെന്നാണ് മനസ്സിലാകുന്നത്. പ്രതികളെ കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ള ഈ ശിക്ഷാവിധിന്മേലുള്ള വാദം തുടങ്ങും. ഇന്ന് രാവിലെ ശിക്ഷാവിധിന്മേലുള്ള വാദമായിരിക്കും നടക്കുക. ഏതായാലും അതിനുശേഷമായിരിക്കും, നേരത്തെ പറഞ്ഞല്ലോ, അതിനുശേഷമായിരിക്കും ഇതിൽ എപ്പോൾ ശിക്ഷ വിധിക്കുമെന്നൊരു കാര്യം ജഡ്ജി പ്രഖ്യാപിക്കുക. ഇതിൽ പ്രധാനമായും ഈ പ്രതികൾ ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ പഴയ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിൽ കൂടുതൽ ആളുകൾക്കും മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. അതുകൊണ്ട് അങ്ങനെ
അങ്ങനെ ഒരു വാദം അവർ ഒരുപക്ഷെ കോടതിയിൽ ഉയർത്താനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് മണികണ്ഠനും വടിവാൾ സലീമും പൾസർ സുനിയും ഒക്കെ അടക്കമുള്ളവർ നിരവധി ക്രിമിനൽ കേസുകൾ നേരത്തെ തന്നെ പ്രതികളായിട്ടുള്ളവരാണ്. അപ്പോൾ ഈ ഇവരുടെ പ്രത്യേകിച്ച് പൾസർ സുനിയുടെ അഭിഭാഷകൻ നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പൾസർ സുനിയുടെ അമ്മ മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പോൾ അത്തരത്തിൽ പ്രായമായ അമ്മയെ തനിക്ക് നോക്കേണ്ടതുണ്ട് കാര്യമൊക്കെ പൾസർ സുനി കോടതിയിൽ പറയാനുള്ളൊരു സാഹചര്യം ഉണ്ട് എന്നാണ് പൾസർ സുനിയുടെ അഭിഭാഷകനോട് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ മനസ്സിലായത്. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇത് കോടതിയെ സ്വാധീനിക്കുമെന്ന് നമുക്ക് പറയാൻ വയ്യ. പ്രത്യേകിച്ച് 99% കേസുകളിൽ ഈ ശിക്ഷാവിധിന്മേലുള്ള വാദം നടക്കുമ്പോൾ അത് വളരെ ചുരുക്കം കേസുകളിൽ മാത്രമാണ് ഈ പ്രതികളുടെ ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ക്രിമിനൽ പശ്ചാത്തലമോ ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു ശിക്ഷയിൽ ഒരു ചെറിയ കുറവ് കോടതി വിധിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയായിരിക്കും ഈ കോടതി ഒരു സ്വാഭാവിക നടപടിയാണ്. കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ കുറ്റക്കാരായി വിധിക്കപ്പെട്ടവർക്ക് പിന്നീട് കോടതി നൽകുന്ന ഒരു അവകാശമാണ് അവർക്ക് ഈ ശിക്ഷാവിധിന്മേൽ അവർക്ക് വാദം നടത്താനുള്ള ഒരു അവസരം. അപ്പോൾ ആ അവസരമാണ് ഇന്ന് വിനിയോഗിക്കപ്പെടുക. പക്ഷേ അത് ഏതെങ്കിലും അവസരത്തിൽ കോടതിയെ സ്വാധീനിക്കും, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കോടതിയെ സ്വാധീനിക്കുമെന്ന് പറയാൻ വയ്യ. പക്ഷെ എന്നാലും